الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരായത്ത് സാധാരണ നമുക്കെല്ലാവർക്കും അറിയുന്ന മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന ആയത്ത്, അഥവാ ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കും, മണ്ണിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, വീണ്ടും സൃഷ്ടിക്കും. മണ്ണും മനുഷ്യനുമായുള്ള ബന്ധം ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹു പറയുന്നുണ്ട്. അഥവാ മനുഷ്യന്റെ അസംസ്കൃത വസ്തു, മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം മണ്ണാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് അള്ളാഹു നൽകിയ ഒരുപാട് മഹത്വങ്ങളുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യവർഗത്തെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആദരവ്, ബഹുമാനം ഈ ഒരു അടിസ്ഥാനമുള്ള മനുഷ്യനിക്കുള്ളതാണ്. വേറെ വ്യതിരക്തതകളൊന്നും പരിഗണിച്ചിട്ടല്ല. ജന്തുവർഗങ്ങളിൽ നിന്ന് മനുഷ്യന് അള്ളാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്. വളരെ ബഹുമാനമുള്ള ജന്തുവർഗമാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, അത് മാത്രമാണ് അടിസ്ഥാനം. അല്ലാതെ ഇന്ന് ദേശക്കാരനായി, വർഗക്കാരനായി, വർണ്ണക്കാരനായി, ഭാഷക്കാരനായി ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യനാണെന്ന് നോക്കിയിട്ടാണ്. അഥവാ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. എന്താണ് അവന് അള്ളാഹു നൽകിയ ബഹുമാനം? ഖുർആനിൽ അള്ളാഹു തുടർന്ന് പറയുന്നത്, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമെല്ലാം വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ജന്തുവർഗം, അതാണ് മനുഷ്യൻ. വസ്ത്രം ഉപയോഗിച്ച് ഔറത്ത് മറക്കുന്ന, വിശിഷ്ടമായ ആഹാരം കഴിക്കുന്ന, അത് തന്നെ വേവിച്ച് കഴിക്കുന്ന, ആശയവിനിമയത്തിന് ഭാഷ ഉപയോഗിക്കുന്ന വർഗമാണ് മനുഷ്യൻ. നമുക്ക് മറ്റ് ജീവജാലങ്ങളെ അങ്ങനെ കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുന്നത് പോലെ ജന്തുവർഗങ്ങളും ഈ പ്രകൃതി കാണുന്നുണ്ട്.
കേൾക്കുന്നുണ്ട്. ഈ പ്രകൃതിയെ എല്ലാ ജന്തുവർഗങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അധീനമല്ലാത്ത ചില ആശയങ്ങൾ കൂടി മറ്റു ജന്തുവർഗങ്ങൾക്കില്ലാത്ത രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അവ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നീതി, സത്യം, ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് മനുഷ്യൻ എന്ന നിലക്ക്. അതുപോലെ ഒരുപാട് നാഗരികതകൾ ഈ പ്രാപഞ്ചിക വസ്തുക്കളെ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ്, ഇതെല്ലാം നൽകി മനുഷ്യവർഗത്തെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ അസ്തിത്വം എന്താണ് എന്ന് ഇടക്കിടക്ക് അതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. അതായത് അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നത് വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, ചൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കറുത്ത കളിമണ്ണ് പാകപ്പെടുത്തിയെടുത്തതിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മണ്ണാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആധാരം. ഇതടക്കിടക്ക് എന്തിനാ അള്ളാഹ് നമ്മളോട് പറയുന്നത്? നിങ്ങളെ മണ്ണൊന്നുണ്ടാക്കിയതാണ്. അതിന്റെ ഗുണപാഠെന്താണ്? നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? മണ്ണിനൊരു സ്വഭാവമുണ്ട്, വിനയം, താഴ്മ, കിബറ് പാടില്ല. അത് മനുഷ്യന് ചേർന്നതല്ല. അഹങ്കാരം വേണ്ട, അത് മനുഷ്യന് ചേർന്നതല്ല. മനുഷ്യന്റെ അസ്തിത്വം മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണല്ലോ മണ്ണ്. ആളുകൾ ചവിട്ടി നടക്കുന്നതാണ്. ആളുകൾ മാത്രല്ല, എല്ലാ ജന്തുവർഗങ്ങളും. അവ മലമൂത്ര വിസർജനം ചെയ്യുന്നതും മണ്ണിലാണ്. ആ മണ്ണാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ചത്. അപ്പൊ കിബർ എന്നത് മനുഷ്യന് ചേർന്നതല്ല. ലോകത്ത് ആദ്യമായി കുഫർ ഉണ്ടായത് കിബറിലൂടെയാണ്. അത് ഇബ്ലീസിൻ്റെതാണ്. ഇബ്ലീസിനെ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്. സൃഷ്ടിക്കപ്പെട്ട അസംസ്കൃത വസ്തുവിന്റെ വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് കിബർ തുടങ്ങിയത് തന്നെ. അള്ളാഹു പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിൽ, അന ഖൈറും മിൻഹു, ഞാൻ, ഇബ്ലീസ് പറഞ്ഞതാ, ഞാൻ മനുഷ്യനേക്കാൾ, ആദമിനേക്കാൾ കൂടിയവനാണ്, ഖൈറാണ്. ഖലഖ്തനി, നീ എന്നെ പടച്ചത് മിൻ നാരിൻ, അഗ്നി കൊണ്ടാണ്. വഖലഖ്തഹു മിൻ തീൻ, നീ ആദമിനെ പടച്ചത് ചളി കൊണ്ടാണ്. അതുകൊണ്ട് ഞാനാണ് കൂടിയവൻ. ആ കൂടിയവൻ എന്ന ചിന്ത, അതാണ് അഹങ്കാരം. അസ്ജുദു ലിമൻ ഖലഖ്ത തീന, നീ മണ്ണ് കൊണ്ട് പടച്ചവന് ഞാൻ സുജൂദ് ചെയ്യുകയോ? അത് ഞാൻ ചെയ്യുകയില്ല. അസ്തിത്വമാണ് വിഷയം. അള്ളാഹു ആ ഇബ്ലീസിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞത് അബ്ബ, അവൻ ധിക്കരിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടുപോയി. ഒന്നാമത്തെ കുഫർ കിബ്റാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ നമ്മോട് പറഞ്ഞു തരികയാണ് ഇബ്ലീസിന്റെ ധിക്കാരത്തെ സംബന്ധിച്ച്. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് ചേർന്ന പരിപാടിയല്ല കിബർ. ഇനി മനുഷ്യവർഗത്തിൽ മേൽജാതിയും കീഴ്ജാതിയും ഉണ്ടാക്കിയവരുടെ വിശ്വാസം എന്താ? അടിസ്ഥാനപരമായി മണ്ണിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന അടിസ്ഥാനം മനുഷ്യനെ ഇടയ്ക്കിടെ അല്ലാഹു തആല ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കീഴ്ജാതിയും മേൽജാതിയും ഇല്ലേ? നമ്മുടെ രാജ്യത്ത് തന്നെ പലരും അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? അവരുടെ വിശ്വാസം എന്താണ്? അവരെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തു ഒന്നാണ് എന്ന വിശ്വാസം അവർക്കില്ല. അതല്ലേ ചാതുർവർണ്ണം. അതിന്റെ ആളുകൾ വിശ്വസിക്കുന്നത് ബ്രാഹ്മണ വിഭാഗത്തെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ ആൾരൂപത്തിന്റെ തല ഭാഗം കൊണ്ടാണ്. അവരെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തു അതാണ്.
ദൈവത്തിന്റെ ആൾ രൂപത്തിന്റെ മുഖം, തല, അത് ഉൾക്കൊള്ളുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക മേഖലയിൽ അവരാണ് ഉയർന്നു നിൽക്കുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് ബ്രാഹ്മണ വിഭാഗമാണ് വിജ്ഞാനം കൈകാര്യം ചെയ്യേണ്ടത്. വേദങ്ങളൊക്കെ അവർക്കേ പഠിക്കാൻ പറ്റൂ എന്ന ആശയമൊക്കെ. രണ്ടാമത്തെ വിഭാഗം ക്ഷത്രിയരാണ്. അവർ തോൾ രൂപം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അവരുടെ വിശ്വാസം, തോൾ ഭാഗം. അതുകൊണ്ട് പ്രതിരോധ മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. യുദ്ധരംഗത്തൊക്കെ അങ്ങനെ. അതുപോലെ തുടഭാഗം കൊണ്ടാണ് വൈശ്യരെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് കൃഷിയും കച്ചവടവും ഒക്കെ അവരാണ്. ശ്രോതരാകട്ടെ അവര് ബാക്കിയുള്ള 3 വിഭാഗത്തെയും സ്വാധീനിച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ്, ഒരടിമകളെ പോലെ. അസ്തിത്വത്തിന് വ്യത്യാസമുണ്ട് എന്ന ചിന്ത, ഞാനല്ല അവൻ എന്ന ജാതീയത, അതിന്റെ കടയ്ക്ക് കത്തിവെക്കുന്ന, അത് ചവിട്ടിത്താഴ്ത്തിയ പ്രഖ്യാപനമാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. ഞാനും അവനുമില്ല, ഞാനും നീയുമില്ല, നമ്മളെ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അതാണ് മനുഷ്യൻ. ആ മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്. കുല്ലുക്കും മിൻ ആദം വ ആദം മിനത് തുറാബ്. നിങ്ങളെല്ലാം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, നിങ്ങളെല്ലാം ആദമിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഈ അടിസ്ഥാന തത്വമാണ് ഖുർആൻ ഊന്നി പറയുന്നത്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ മേൽജാതിക്കാരന്റെ മാനസികാവസ്ഥ ഇബ്ലീസിന്റെ മാനസികാവസ്ഥയാണ്. ഇബ്ലീസ് ആദമിനെ കീഴ്ജാതിക്കാരനായിട്ട് കണ്ടു. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമും തീ കൊണ്ടുണ്ടാക്കിയ ഇബ്ലീസും. ഈ ഒരു ചിന്താഗതി, ഇരു തട്ടുകളിലാക്കുന്ന ചിന്താഗതി, അത് ഇബ്ലീസിന്റെ ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെ ഏതു മനുഷ്യനെയും അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകരുത് ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കാൾ തികഞ്ഞ ആളാണ്, വലിയ ആളാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇബ്ലീസിനോട് അള്ളാഹുവിനില്ലാത്ത ഒരു മമത നമ്മളോടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. അങ്ങനൊന്നില്ല. നരകം പടച്ചു വെച്ച് നരകത്തിലേക്ക് കുറച്ച് ആളുകളും അതവര് കഴിഞ്ഞു പോയി, സ്വർഗം പടച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ അതിന് കണക്കാക്കിയതാണ് എന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കണ്ട. നരകത്തിൽ പോകാൻ കാരണമായ ചിന്താഗതിയും പ്രവർത്തനവും ആരിലുണ്ടോ അവര് നരകത്തിലേക്കാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ചിന്താഗതിയും പ്രവർത്തനവും ആരിലുണ്ടോ അവര് സ്വർഗത്തിലേക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിലയിരുത്തുന്ന വിഷയത്തിൽ ആധികാരികമായി ഖുർആൻ എന്ത് പറഞ്ഞുവോ അത് അടിസ്ഥാനപരമായി അംഗീകരിക്കുകയും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും പ്രവർത്തനത്തിലൂടെ പ്രതിഫലിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. ജാതീയത അതിന് ശിർക്കിനോളം പഴക്കമുണ്ട്. ശിർക്കിന്റെ കൂടെ വന്നതാണ് ജാതീയത. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലമെടുക്കാം. അന്നല്ലേ ജാതീയത വന്നത്, അന്നല്ലേ ശിർക്ക് വന്നത്, അന്ന് തന്നെ ജാതീയതയും. അതായത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കൂടിയിരുന്ന ആ നാട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ആളുകൾ, അവര് രണ്ടാം കിടക്കാര്. വഖാലൽ മലഉ എന്ന ഖുർആൻ പറയുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള കൂടിയ ആൾക്കാർ അവര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും അംഗീകരിക്കൂല, നിങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നത് ഇവിടെ അടിസ്ഥാന വർഗമല്ല, മനുഷ്യനെ 2 വർഗമാക്കി അവര് ചിത്രീകരിച്ചു. ഇബ്ലീസ് അവനാണല്ലോ ശിർക്ക് കൊണ്ടുവന്നത്, അവൻ തന്നെയാണ് മനുഷ്യർക്കിടയിൽ ജാതീയതയും കൊണ്ടുവന്നത്. ഖുർആൻ പരാമർശിക്കുന്ന അമ്പിയാക്കളുടെ ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ നമുക്ക് ആ സത്യമാണ് കാണാൻ കഴിയുക. അമ്പിയാക്കന്മാരുടെ കൂടെ കൂടിയ ആളുകളൊക്കെ ആ നാട്ടിൽ അവഗണിക്കപ്പെട്ട വിഭാഗം ആളുകളായിരുന്നു. അമ്പിയാക്കളെ എതിർത്ത ആളുകളാകട്ടെ ആ നാട്ടിലുള്ള ഉയർന്ന ജാതിക്കാരായ അങ്ങനെ ധരിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു.
ഈ ചിന്തയുടെ മുനയൊടിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഇടക്കിടക്ക് യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നത്. മനുഷ്യന്മാരെ, ഇതിലാരാ ഉൾപ്പെടുക? മണ്ണ് കൊണ്ട് അള്ളാഹ് സൃഷ്ടിച്ച മുഴുവൻ ആൾക്കാരും, ആദം അലൈഹിസ്സലാമിന്റെ മുഴുവൻ സന്തതികളും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് അന്നാസ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്ന വിളി. അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യരെ രണ്ടാക്കുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. അറബികളും അനർബികളും രണ്ട് തന്നെയായിരുന്നു. അടിമകളും ഉടമകളും രണ്ട് തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു ഒരു അടിമയെ, സൈദിനെ. നമുക്കറിയാം, ഇമാം തബറാനിയുടെ മുഅ്ജമിൽ റസൂലുള്ളാഹിയുടെ സൈദിന്റെ റസൂൽ അദ്ദേഹവുമായി പെരുമാറിയ ഒരു രൂപം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാക്കരുത്. നിങ്ങൾ ഉടുക്കുന്നത് അവരുടുക്കണം, നിങ്ങൾ കഴിക്കുന്നത് അവർ കഴിക്കണം. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദിനെ ഭൃത്യനായി സ്വീകരിച്ചു? ഒരു ഭൃത്യനോട് എങ്ങനെ പെരുമാറണം, തന്റെ വേലക്കാരനോട് എങ്ങനെ പെരുമാറണമെന്ന് പെരുമാറി കാണിച്ചു കൊടുക്കണം. ആളുകൾക്ക് കൃത്യമായി മനസ്സിലായി സൈദിന്റെ പെരുമാറ്റം, സൈദിനോട് റസൂലുള്ളാഹിയുടെ പെരുമാറ്റം. അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, സൈദിന് കൂടി ബോധ്യപ്പെട്ടതാണ് എന്ന് കൂടി അല്ലാഹു തആല തെളിയിച്ചു. എങ്ങനെ? ഒരു ദിവസം സൈദിന്റെ പിതാവ് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. ഇമാം തബറാനി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സൈദിനോട്, താങ്കൾക്ക് താങ്കളുടെ പിതാവിന്റെ കൂടെ പോകാം. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇല്ല, ഞാൻ പോകൂല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അതായത് റസൂലിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം മറ്റൊരിടത്ത് പോയാലും എനിക്ക് വേറെ അനുഭവിക്കാനില്ല എന്ന് അനുഭവത്തിലൂടെ സൈദിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൈദന്റെ മോനാണ്, സൈദന്റെ മകനാണ്. അങ്ങനെ സ്വന്തം മകനാക്കി അള്ളാഹുവിന്റെ റസൂല് സൈദിനെ കൊണ്ട് നടന്നപ്പോ അള്ളാഹ് പറഞ്ഞു, അത് വേണ്ട. മറ്റൊരാളുടെ മകനെ സ്വന്തം മകനാക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. മറിച്ച് മനുഷ്യനായി കണ്ടാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗത്തുള്ള പ്രവർത്തനം എത്രമാത്രമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു നമുക്ക് അതിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ബിലാലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കറുത്ത വർഗക്കാരനാണ് ബിലാൽ. അതുപോലെ സൽമാനുൽ ഫാരിസിയുണ്ട്, വെളുവെളുത്ത അറബികളുണ്ട്, ഖുറൈശികളുടെ നേതാക്കന്മാരുണ്ട്. ഖുറൈശി കുലത്തിലുള്ള തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ സൈദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാതീയത പരിപൂർണമായി തുടച്ചു നിൽക്കുകയാണ്. അപ്പൊ മനുഷ്യൻ എന്ന പദവി അത് തന്നെയാണ് മനുഷ്യന്റെ പദവി എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ സമത്വം, അതാണ് ഇസ്ലാമിന്റെ നീതി. ആ സമത്വം കൊണ്ടാണ് ഇസ്ലാമിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിൽ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ജാതീയത കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സാമൂഹിക ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത, ഒരു പ്രവർത്തനത്തിന് വേർപ്പെടാൻ പറ്റാത്ത, ജാതീയത കൊടികുത്തിവാണ സമയത്ത് പോലും വളരെ വൃത്തിയായി ഭംഗിയായി മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരാദർശം ഇസ്ലാം മുന്നോട്ട് വെച്ചപ്പോ മനുഷ്യന്റെ മനസ്സ് അതിനെ ആകർഷിച്ചതിന്റെ ഫലമായിട്ടാണ് നിരന്തരമായ മതമാറ്റങ്ങളും ആശയ സ്വീകരണങ്ങളും ഇസ്ലാമിന്റെ വളർച്ചയും നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ മനുഷ്യൻ ഒന്നാണ് എന്ന ഇസ്ലാമിന്റെ ആ ആശയത്തിന്റെ ആഴിയിലേക്ക് പോകാൻ, അതിന് വിള്ളലേൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം.
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ഒന്നാണ് എന്ന തത്വം ശരിക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മള് പഴയ കാലത്ത്, ഇസ്ലാമിന്റെ തുടക്കകാലത്തൊക്കെയുള്ള വിഭാഗീയതകളെ കുറിച്ചൊക്കെ വിഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ ഒക്കെ ആലോചിക്കണം. ചില വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള എന്തോ ഒരു വിമുഖത, അവരാണ് എന്ന ചിന്ത, അത് നമ്മളെ പൂർണ്ണമായി വിട്ടുമാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ എവിടെയാണ് കുഴപ്പം, എവിടെയാണ് പിഴച്ചത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതുപോലെ തൊഴിലാളികളെ, ഏതെങ്കിലും തൊഴിലെടുക്കുന്ന ആളുകളെ ആ തൊഴിലിന്റെ പേരിൽ ജാതീയമായി കാണുന്ന ചിന്താഗതിയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇസ്ലാമികമല്ല, നമ്മുടെ നാടിന്റെ ചിന്താഗതി നമ്മെയും സ്വാധീനിച്ചതാണ്. നമ്മുടെ നാട് എങ്ങനെയാ? നമ്മുടെ നാട്ടില്, കേരളത്തില് പല ജാതികളും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ഇരുമ്പ് പണിക്കാർ ഒരു ജാതിക്കാര്, സ്വർണത്തിന്റെ പണിക്കാർ വേറൊരു ജാതിക്കാർ, കൂട്ടയും വട്ടയൊക്കെ മടയുന്ന ആളുകള് അവർ വേറൊരു ജാതിക്കാര്, ജാതിപ്പേരുകളില്ലേ. അത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ആ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതിപ്പേരുണ്ടായി എന്ന് തന്നെയല്ല, ഈ അടുത്ത കാലത്താണ് അത് ഷെയർ ചെയ്തിട്ട് വികാസം പ്രാപിച്ചത്. അല്ലെങ്കിൽ അവരുടെ തൊഴിൽ വരെ അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്ത വിധത്തിൽ, അത് പുരോഗമിക്കാത്ത വിധത്തിൽ അത് പതിച്ചു പോയേനി. ഏറെക്കുറെ ഒരുപാട് പുരോഗമനവാദികൾ അതിനെതിരെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതായത് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട അവരുടെ മക്കളെ മാത്രം ആ തൊഴിൽ പഠിപ്പിക്കുക, അവരാ തൊഴിൽ ചെയ്ത് ജീവിക്കുക, അങ്ങനെ അവരാ വിഭാഗമായി മാറി ഒരു വിഭാഗമായി അങ്ങനെ ജീവിച്ചു പോവുക. മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിപ്പിക്കുകയില്ല, അവരൊട്ട് പഠിക്കുകയില്ല. അങ്ങനെ ഈ തൊഴിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ബുദ്ധി കുറഞ്ഞ ആളാണെങ്കിൽ കുറഞ്ഞ രൂപത്തിൽ തന്നെ അത് പുരോഗമിക്കുന്നില്ല. അങ്ങനെയായിരുന്നു തൊഴിൽ അധിഷ്ഠിത വിധത്തിലുള്ള ജാതീയത ഈ കേരളത്തിൽ ഉണ്ടായത്. ഇന്ന് അൽഹംദുലില്ലാഹ് അതൊക്കെ ഫാക്ടറികളായി മാറി, വിദ്യാഭ്യാസ രംഗമൊക്കെ പുരോഗമിച്ചു. ആ രംഗത്തൊക്കെ ഒരുപാട് വിപ്ലവങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി. ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല. എവിടെയൊക്കെയോ അതിന്റെ അലയൊലികൾ ഇന്നും മനസ്സുകളിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിഞ്ഞാൽ, മനുഷ്യന്റെ ഉടമയായ അള്ളാഹുവിനെ ഉടമയായി കാണാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് മനസ്സിലാക്കിയ സ്വഹാബത്തിനോട് അവസാനമായി പറഞ്ഞത്. തൗഹീദ് മനസ്സിലാക്കിയ സമൂഹത്തോട് അവസാനമായി ആശയം റസൂൽ പറയേണ്ടി വന്നു. മക്കയിൽ വെച്ച് ഹജ്ജത്തുൽ വദാഇൽ ലാ ഫളില ലി അറബിയ്യിൻ ലാ അജബി, ഒരു അറബിക്കും അനർബിയേക്കാളോ, ഒരു അനർബിക്കും അറബിയേക്കാളോ, ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ മറിച്ചോ ഇല്ല, ഒരു ബഹുമാനവുമില്ല. ഇല്ല ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ടല്ലാതെ. മനുഷ്യൻ മുഴുവനും മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ. ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ, ആദമോ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന തത്വം ആവർത്തിച്ച് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് പ്രാവർത്തികമാക്കി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കളിൽ അത് വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കി. ഒരു ദിവസം ഒരു സഹാബി മറ്റൊരു സഹാബിയെ എന്തോ ഒരു ജാതി പേര് വിളിച്ചു പോയി. നീ ഇന്ന സ്ത്രീയുടെ മകനല്ലേ എന്ന രൂപത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ തിരുത്തി, ആ ജാഹിലിയ്യ സ്വഭാവം മാറാത്തവനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അതുകൊണ്ട് പൂർണ്ണമായി റബ്ബിന് സമർപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആരാധനാ രംഗത്ത് മാത്രമല്ല, നമ്മുടെ മനസ്സ് തൊട്ട് സമ്മതിക്കണം, റബ്ബേ, മനുഷ്യവർഗത്തിലെ ഒരംഗം മാത്രമാണ് ഞാൻ. എല്ലാവരും ഉൾക്കൊള്ളുന്ന മനുഷ്യവർഗത്തിലെ ഒരംഗം മാത്രം എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിനയപ്പെടാൻ എപ്പോൾ സാധിക്കുന്നുവോ അവിടെ തറവാടിത്തമില്ല, കുലമഹിമയില്ല, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, കൊടിയവരാണ് എന്ന ചിന്തയില്ല. മനുഷ്യനാണ് എന്ന അർത്ഥത്തിലേക്ക് താഴ്ന്നു വരികയും വിനയം പ്രകടിപ്പിക്കുകയും തൗഹീദ് കൊണ്ട് നടക്കുകയും ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. നേരെ മറിച്ച് അന്ന് ഇബ്ലീസ് കൊണ്ട് നടന്ന ചിന്ത, മണ്ണിനോട് ചേരാത്ത അഗ്നിയുടെ പാളൽ, അതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ അഹങ്കാരം അപകടകരമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യമായി നമ്മുടെ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ മുന്നിൽ വിനയപ്പെടാൻ, പരിപൂർണ അടിമയായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമത്വം ഉൾക്കൊള്ളുന്ന നമസ്കാരം, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന നമസ്കാരം, മനുഷ്യനെ കൂട്ടിക്കുഴച്ചിട്ട് ഒന്നാക്കുന്ന ഹജ്ജ്, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈ സമത്വം ശീലിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അത് ശീലിച്ച നല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, മനസ്സിൽ നിന്ന് എല്ലാവിധ ജാതീയതയും തുടച്ചു നീക്കി പൂർണ്ണമായി നിനക്ക് കീഴ്പ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അഹങ്കാരത്തെ തൊട്ട് പരിപൂർണമായി കിബറിൽ നിന്ന് മുക്തരായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ അപാകതകളും പുറത്തു തരണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.